കഴിഞ്ഞ ദിവസം ഫുഡ് നിഷേധിച്ചതിൻ്റെ പേരിലും അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഷാനവാസിക്കൊക്കെ നേരെയുണ്ടായ ആക്രമണത്തിൻ്റെ പേരിലും അവർ വെസൽ കഴുകാതെ ഫുഡ് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ അവരുടെ വാശിയുടെ പേരിലും നൂറയും ആദിലയും അനുവും കൂടെ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി അവരുടെ ഫുഡ് കഴിക്കില്ല, തന്നെത്താനെ കുക്ക് ചെയ്തേ കഴിക്കുള്ളൂ എന്ന് ഉറപ്പിച്ച് അവർ തീരുമാനിച്ചിരിക്കുകയാണ്. നെവിൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ആർക്ക് വേണമെങ്കിലും ഫുഡ് എടുത്ത് കഴിക്കാമെന്നൊക്കെ. അപ്പോൾ ആരും പറയാണ് ഞാനവിടെ ഓൾറെഡി 4 ഗ്ലാസ് അരി എടുത്ത് വെച്ചു. അപ്പോൾ ഇവർ വീണ്ടും കുക്ക് ചെയ്യാൻ കയറിയിരിക്കുകയാണ്, എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നൂറ പറയാണ് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഞങ്ങൾ ഫുഡ് തന്നെത്താനെ കഴിക്കത്തുള്ളൂ, നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് ഞങ്ങൾക്ക് വേണ്ട എന്ന് നൂറ തീർത്തന്നെ പറയണം. അത് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ പറയുന്നതാണ്. അപ്പോഴത്തേക്കും നെവിൻ പറയാണ് ഒരു വീട്ടിൽ 2 അടുക്കള, അത് ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല, അതൊരു ഗുഡ് മെസ്സേജ് അല്ല നിങ്ങൾ കൊടുക്കുന്നതെന്ന് നെവിൻ പറയാണ്. ആരാ പറയുന്നത്? നെവിൻ. അവനാണ് ഇത്രയും വലിയ പ്രശ്നത്തിൻ്റെയൊക്കെ കാരണക്കാരൻ. അപ്പോൾ നൂറ പറയുന്നത് നീ നല്ല അടിപൊളി മെസ്സേജ് അല്ലേ ഇത്രയും നാളും കൊടുത്തുകൊണ്ടിരുന്നത്, ഇന്ന് രാവിലെയും കൂടി നീ കൊടുത്തില്ല, അത്രയും മതി മോനെ എന്ന് പറയുന്നുണ്ട്. നിൻ്റെയൊക്കെ വായിൽ നിന്ന് വരുന്നത് കേട്ടിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ സൗകര്യമില്ല എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ആരും ചോദിക്കുകയാണ് ഇവർക്ക് മാത്രം ഇങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ ഇവരൊക്കെ ആരാ? അപ്പം നമ്മുടെ അനുമോളും അതിലും കൂടെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് 2 കൊമ്പുണ്ട്, നിനക്കിപ്പോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആര്യം പറയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കൂടെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അരി എടുത്ത് ഓൾറെഡി കഴുകി വെച്ചിരിക്കുകയാണ്, അത് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നൂറ് പറയുന്നത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കുന്ന ഫുഡ് ഞങ്ങൾ കഴിക്കത്തില്ല, വേണമെങ്കിൽ ആ അരിക്കകത്തു നിങ്ങൾ കഴുകി വെച്ച അരിക്കകത്തുനിന്ന് വേണമെങ്കിൽ ഞങ്ങൾ എടുത്തോളാം, എങ്കിലും നിങ്ങളുടെ അരി കഴിക്കത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി തരുന്ന ഫുഡ് കഴിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരും പറയുന്നത് ശരി ഞങ്ങൾക്കും കൂടെ ഉണ്ടാക്കി തരുമോ എന്ന്. അപ്പോൾ അവർ പറയാണ് പറ്റത്തില്ല, നിന്നെയൊക്കെ തീറ്റിക്കേണ്ട ഒരു ആവശ്യമില്ല, എന്നിട്ട് നിനക്കൊക്കെ തന്നിട്ട് വേണം നീയൊക്കെ കയ്യിൽ കൊത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആര്യം പറഞ്ഞു എന്തൊരു സെൽഫിഷാണ് ഇവർ, നമുക്കൂടെ എന്താ ഇവർ ഫുഡ് ഉണ്ടാക്കി തരാത്തതെന്ന് കാര്യം ചോദിക്കുന്നുണ്ട്. ആര്യം സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചാൽ എന്താ, നീയൊക്കെ തരുന്ന ഫുഡ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് നിങ്ങൾക്കൊട്ട് ഉണ്ടാക്കി തരാനും വയ്യെന്ന് തീർത്തും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് അനീഷേട്ടൻ കഴിച്ചല്ലോ, സാബുമാൻ കഴിച്ചല്ലോ. അനീഷേട്ടൻ വയ്യാണ്ട് വയറ് വിശന്നിട്ട് അവിടെ ഇരുന്ന് ഓടിപ്പോയി ചപ്പാത്തി എടുത്ത് കഴിച്ചാണ്. സാബുമാൻ പിന്നെ എവിടെ നിൽക്കണമെന്ന് സാബുമാൻ പോലും അറിയത്തില്ല. സാബുമാൻ ഇങ്ങനെ 2 വെള്ളത്തിൽ കാലും ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ട്. എന്തായാലും ഇവർ ഉറപ്പിച്ച് തീരുമാനിച്ചു ഇവർ എന്തായാലും ഇവന്മാരുണ്ടാക്കുന്ന ഫുഡ് കഴിക്കത്തില്ല, ഇവന്മാർക്കൊട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കത്തില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനെ നെവിൻ പറയണോ നമ്മൾ ഇനി ഇതിനകത്തൊന്നും ഇടപെടേണ്ട. അക്ബർ പറയും എനിക്ക് വയ്യ ഇതിനകത്തൊക്കെ ഇടപെടാൻ. ഒട്ടും ഇടപെടാത്ത കുറച്ച് ആൾക്കാർ എന്തോരം പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയത്. ക്യാപ്റ്റൻസി കയ്യിലോട്ട് കിട്ടിയപ്പോൾ എന്തൊക്കെ അഹങ്കാരമായിരുന്നു, എന്തൊക്കെ ജാടയായിരുന്നു. വെസലിനകത്തൊരു ഇച്ചിരി അഴുക്കുണ്ടെങ്കിൽ അത് കഴുകി തന്നാലേ ഫുഡ് ഉണ്ടാക്കത്തുള്ളൂ, ജോലി ചെയ്തില്ലെങ്കിൽ നിനക്കൊന്നും ഫുഡില്ല, ഈ ഒരു കറി മാത്രമേ തരത്തുള്ളൂ, വേണമെങ്കിൽ തിന്ന്, ഇത്രയൊക്കെ പറഞ്ഞിട്ട് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആരെങ്കിലൊക്കെ ഇനി ഇവന്മാർ കൊടുക്കുന്ന ഫുഡ് കഴിക്കുമോ? എന്നിട്ട് വഴക്കുണ്ടാക്കി ആ പുള്ളിനെ ഹോസ്പിറ്റലിലും ആക്കി. എന്നിട്ട് ലാസ്റ്റിൽ ഇനി അവന്മാർക്ക് ഫുഡ് കൂടെ ഉണ്ടാക്കി കൊടുക്കണം, നല്ല കാര്യം തന്നെ എന്നൊക്കെ ഇങ്ങനെ നൂറ അതില നമ്മുടെ അനുമോൾ സംസാരിക്കണം. അതിൻ്റെ ഇടയ്ക്കൂടെ അനീഷേട്ടൻ പറയുന്നുണ്ട് നീയൊക്കെ കാണിച്ചത് ശരിയാണെന്ന് നിനക്കൊക്കെ തോന്നുന്നുണ്ടോ, എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ ശ്രമിക്കണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ക്യാപ്റ്റൻസിയൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്ക്, നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ 1 2 പറഞ്ഞ് ഒരു കുറേ വർത്തമാനം പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അക്ബറിന് നല്ല പേടിയും ഉണ്ട്, എന്താവും പുറത്തെന്നുള്ള പേടിയുണ്ട്. എന്നിട്ട് ഇപ്പം ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള ഭാവത്തിലാണ് മൊത്തത്തിൽ 3 പേരും കൂടെ അവിടെ ഇരിക്കുന്നത്.